I'm talking about movies only. The film, whatever the film and the setting എന്തോ ആയിക്കോട്ടെ, it's in the core, it is the battle of emotions and minds. Whatever the film, maybe it's Matrix or സാധാരണ ഇവിടുത്തെ ഒരു കുടുംബചിത്രമായാലും in the end അതിൻ്റെ കോറിൽ ഒരു battle of emotions ആണ്. അത് it can't be replaced by, it has to be written by a human emotions and a human ആ ഒരു ചിപ്പ് ഇൻ ദ ആമർ, ലൈക്ക് അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേ അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ അത് ആ കഥ കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ലൈഫ്ലെസ്നെസ് ഫീൽ ചെയ്യും. ഭാവിയിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ എൻ്റെ ഒരു അസംഷനിൽ ദർ വിൽ ബി a segment of cheap AI-made films and very expensive handmade films. So that Yes. is, I think that will be in the future. ഹ്യൂമൻ വന്ന് വായിക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര വലുതാണ്. ഒരു ഇംപ്രവൈസ്ഡ് എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സൂക്ഷ്മദർശിന്റെ ടൈമിൽ ഓർക്കസ്ട്രൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ബുദാപെസ്റ്റിൽ പോയി റെക്കോർഡ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവൻ കിട്ടാൻ വേണ്ടിയാണ്. ബ്രഹ്മയുഗത്തിലെ എണ്ണപ്പാട്ടയിൽ ഉറച്ചുണ്ടാക്കിയ സൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം എനിക്ക് കേട്ട് വളർന്ന സാഹചര്യത്തിൽ നിന്നായിരിക്കില്ലേ പഠിച്ചിട്ടാണല്ലോ നമുക്കൊരു സാധനം തരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷിനെ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടേട്ടൻ്റെ ഒരു വെളിപ്പുറത്ത് എന്നൊരു കൈയുണ്ടല്ലോ, ഒരു കയ്യകലത്തിൽ കുട്ടേട്ടനുണ്ട്. നമുക്കെല്ലാം അറിയാം അതിൻ്റെ നിങ്ങളുടെ ഏറ്റവും വലിയ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റായിരുന്നു, അജിയേട്ടൻ ചെയ്ത സെറ്റായിരുന്നു. പിന്നെ അതിൽ VFX പാട്ടുണ്ട്, ലെഗ് വെയിറ്റ് അടക്കം കൊളാബറേറ്റ് ചെയ്ത് VFX പാട്ടുണ്ട്. AI-യുടെ ഒരു ഗ്രോയിങ് പീരീഡാണ്. ഇന്നാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ആലോചന ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ കൂടുതൽ സൗകര്യപൂർവ്വമായിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. കാരണം പുതിയ പടത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സൗകര്യപ്രദവും സഹായകവും ആവുന്നു എന്ന് കരുതുന്നൊരു കാര്യമുണ്ടാവും. AI ഞാൻ മഞ്ഞുമൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് AI നമുക്ക് ഇത്രയും പൊതുജന ഇടയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇന്ത്യൻ ഫിലിം പ്രൊഡക്ഷനിലേക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ സൗത്തിലും AI VFX-ൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ജനറേറ്റീവ് AI ഉണ്ടായിരുന്നു, ലൈക്ക് ടു ക്രിയേറ്റ് ലൈക്ക് ഒരു സെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനോ അങ്ങനെ ഒരു ജനറേറ്റീവ് AI ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് ടു ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോംസ് പോലെ അങ്ങനത്തെ ഒരു വീഡിയോ ജനറേഷനുള്ള ഒരു കേപ്പബിലിറ്റീസ് അന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ മഞ്ഞുമൽ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് VFX ടീമാണ് അതിനെക്കുറിച്ച് എന്തായാലും അസറ്റ്സ് എന്തായാലും യൂസ് ചെയ്യും. കാരണം നമ്മൾ ദർ ഇസ് ലോട്ട് ഓഫ് മൊഡ്യൂൾസ് ഉണ്ടല്ലോ, അതുപോലെ അതിന് വെറുതെ ഒരു ഹ്യൂമൻ അവർ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ തീർച്ചയായും AI ടൂൾസിൽ കൂടെ നമ്മൾ എന്തായാലും ജനറേറ്റ് ചെയ്യും. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആഡ്സിന് പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡിന് പിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് ആ ഒരു പിച്ച് ഡെക്ക് വൃത്തിയാക്കി അത് അപ്പോൾ അതിനോട് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ ഇരുന്നത് ഉണ്ടാക്കണം. ലൈക്ക് പെട്ടെന്ന് അവർ ഒരു നോട്ട് കണ്ടിട്ട് ചിലപ്പോൾ അത് റിജക്ട് ചെയ്യാനുള്ള ഒരു പേപ്പർ, അപ്പം അതിനൊരു ഹ്യൂമൻ അവർ അത്രയും വേസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ യു ക്യാൻ പുട്ട് ആൻ AI ഫോർ വർക്ക് ആൻഡ് ലൈക്ക് മേക്ക് ദാറ്റ് ഡോക്കറ്റ് ഓർ വാട്ട് എവർ ദാറ്റ് പ്രസൻറ്റേഷൻ, അങ്ങനെ രീതിയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ക്രിസ്റ്റോ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സംഭാഷണം തുടങ്ങുന്ന ഇങ്ങോട്ടുള്ള നടപ്പ് വഴിയിൽ തന്നെ ചോദിച്ചൊരു കാര്യമാണ്. ഇപ്പം ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഇത് ഹ്യൂമൻ ജനറേറ്റഡ് മ്യൂസിക്കാണോ, ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇതിലൊരു മെഷീൻ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള തലത്തിൽ പോലും പലപ്പോഴും ഡിസ്കഷൻ വരാറുണ്ട്. ഉറപ്പായിട്ടും ഇതിനൊരു കമ്പാനിയനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈന് ക്രിയേറ്റീവ് സപ്പോർട്ടിലൊക്കെ നല്ല തോതിൽ മ്യൂസിക് അല്ലെങ്കിൽ മറ്റ് VFX പാട്ടിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റോ ഒരു പുതിയ പാട്ടിലേക്ക് എത്തുമ്പോൾ ഒക്കെ BG അടക്കമുള്ളൊരു കോമ്പോസിഷനിലെത്തുമ്പോൾ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ ഇമോഷൻ ക്യാരി ആവുന്ന രീതിയിലേക്കുള്ള ഒരു സൗണ്ട് സ്കേപ്പ്, മ്യൂസിക് സ്കേപ്പ് ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഇത്തരം ഒരു AI ഡ്രിവൺ ആയിട്ടുള്ള സപ്പോർട്ട് ആലോചനയിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ്? ഞാൻ ആക്ച്വലി പുതിയത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ മ്യൂസിക്കിൽ എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എന്താണ് നടക്കുന്നത് ഞാൻ ChatGPT-നോട് ചോദിച്ചു. അപ്പോൾ സുനോ എന്ന ആപ്പിനെ പറ്റി പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ സുനോ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എനിക്കൊരു പാട്ടാണ് ഉണ്ടാക്കി തരുന്നത്. എനിക്കൊരു പാട്ടിൻ്റെ ആവശ്യമില്ല. ആസ് എ ക്രിയേറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇവിടെ മ്യൂസിക് ഡയറക്ടറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പാട്ടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ടൂളായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചിലപ്പോൾ അത് ട്രൈ ചെയ്യും. അറ്റ് ദി എൻഡ് എനിക്കൊരു ഡ്രം ടോൺ, ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രം ടോണിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്രം ടോൺ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഉള്ള സുനോ എനിക്ക് യൂസ്ഫുൾ അല്ല. ഒരു പാട്ടാണ്, എനിക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല. അതിനെങ്ങനെ എൻ്റെ ക്രിയേറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യും. ഇതൊരു കാര്യമുള്ളത്, ഇപ്പം ജാനേമനിൽ നിന്ന് സ്കെയിലിംഗ് ഉള്ളൊരു പടമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് വരുന്നത്. മഞ്ഞുമൽ ബോയ്സ് അറിയാം, അത് എല്ലാ അർത്ഥത്തിലും ഒരു നോൺ സ്റ്റാർ ഫിലിമാണ്.
അതിൻ്റെ ഒരു കോണ്ടന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതിൻ്റെ ഒരു വലിയ വിഷ്വൽ ഡിസൈൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന എല്ലാ അർത്ഥത്തിലും ഓർഗാനിക്കായി പറയാവുന്ന സിനിമയായിട്ട് അതിനെ മാറ്റിയതിന് പിന്നിൽ അതിൻ്റെ കോർ ഇമോഷൻസ് ഉണ്ട്, എന്നാൽ അതുള്ളൊരു വലിയ വിഷ്വൽ ഡിസൈൻ ഉണ്ട്. ഈ പുതിയൊരു ആലോചനയിലേക്ക് എത്തുന്ന സമയത്ത് ഹ്യൂമൻ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ അത് റൈറ്റിംഗ് പാർട്ടിലോ അങ്ങനെ ഏതെങ്കിലും എവിടെയൊക്കെ ഇതൊരു കമ്പാനിയനും റീപ്ലേസ്മെൻറ്റ് ആവുമെന്നാണ് കരുതുന്നത്? കാരണം ഇതിൻ്റെ പലതരത്തിൽ ഡിസ്കഷൻ, ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കഷൻ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ജെയിംസ് കാമറൂണിൻ്റെ പോഡ്കാസ്റ്റ്. ജെയിംസ് കാമറൂണിൻ്റെ പോഡ്കാസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ ഒഴിവാക്കി, അല്ലെങ്കിൽ കുറേ കോസ്റ്റ് ഈ പറയുന്ന ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് കോസ്റ്റ് മാനേജ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻ ചിലപ്പോൾ അതിനുശേഷം വന്നിരുന്നു. പക്ഷെ അതിൽ പുള്ളി പ്രധാനമായിട്ട് പറഞ്ഞത് ഈ പറയുന്ന കുറേയും കൂടി ക്ലാരിറ്റി കിട്ടും, എവിടെ VFX പാർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോസ്റ്റ് എവിടെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കിട്ടും. പിന്നെ ഒരു സ്വന്തം സ്റ്റൈൽ മിമിക്കുകയോ ഇമിറ്റേറ്റ് ചെയ്യോ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ അതുവരെ അഡാപ്റ്റ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഒരു സ്റ്റൈല്, ബോഡി ഓഫ് വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, റൈറ്റിംഗ് പാർട്ടിലോ ക്രിയേറ്റർ പാർട്ടിലോ ചെയ്യാം. ഇപ്പോൾ പുള്ളി അതിൽ സ്റ്റാൻലി കുബ്രിക്കിൻ്റെയും റിഡ്ലി സ്കോട്ടിൻ്റെയൊക്കെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പം ചിതുവിനെ സംബന്ധിച്ച് ചിതുവിൻ്റെ ഒരു ബോഡി ഓഫ് വർക്ക് ഉണ്ട് ഒരു സിനിമയുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് സഹായകമാവുന്ന, അപ്പോൾ കുറെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന എന്തൊക്കെയാണ് ഇതിലൊരു പോസിബിലിറ്റി ആയി കാണുന്നത് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ? നിങ്ങൾ പറഞ്ഞ പോലെ ഒരിക്കലും അതൊരു റീപ്ലേസ്മെന്റ് ആവില്ല, ക്യാൻ ബി എ കമ്പാനിയൻ. കാരണം ബിക്കോസ് ഫിലിം ഈസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് മൂവീസ് ഓൺലി. ദ ഫിലിം, വാട്ട് എവർ ദ ഫിലിം, എൻ്റെ സെറ്റിംഗ് എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് ഇൻ ദ കോർ ഇറ്റ് ഈസ് ദ ബാറ്റിൽ ഓഫ് ഇമോഷൻസ് ആൻഡ് മൈൻഡ്സ്. വാട്ട് എവർ ദ ഫിലിം, മേ ബി ഇറ്റ്സ് മെട്രിക്സ് ഓർ സാധാരണ ഇവിടുത്തെ ഒരു കുടുംബചിത്രമായാലും ഇൻ ദ എൻഡ് അതിൻ്റെ കോറിലൊരു ബാറ്റിൽ ഓഫ് ഇമോഷൻസ് ആണ്. അത് ഇറ്റ് കാൺ ബി റീപ്ലേസ് ബൈ, ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ബൈ എ ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഹ്യൂമൻ ആ ഒരു ചിപ്പ് ഇൻ ദ ആമർ, ലൈക്ക് അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേ അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ അത് ആ കഥ കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ലൈഫ്ലെസ്നെസ് ഫീൽ ചെയ്യും. ബിക്കോസ് ഐ ഹാവ് ട്രൈഡ് ലൈക്ക് കുറേ കഥ ഞാൻ ബൗൺസ് ചെയ്ത് ChatGPT പോലെ വാട്ട് എവർ ദ റൈറ്റിംഗ് AIs ലൈക്ക് ഇങ്ങനെ ഒരു ഇപ്പം ആഡ്സിന് വർക്കാവും. അപ്പോൾ ഒരു 3 ജയ്പൂർ സിൽക്കിന് വേണ്ടിയിട്ട് ഒരു 3 മോഡൽസിനെ വെച്ചിട്ടൊരു സാധനം താന്ന് പറഞ്ഞാൽ അവർ തരും. പക്ഷേ ഓപ്ഷൻസ് തരും. അപ്പം ദെൻ വി ഹാവ് ടു ഗീവ് എൻ പ്രോംപ്റ്റ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അല്ല, ഒരിക്കലും അത് റീപ്ലേസ്മെന്റ് ആവില്ല. കാരണം ഒരു ഫോർ എക്സാമ്പിൾ ഒരു മനസ്സിൽ തട്ടുന്ന ഒരു ഇമോഷണൽ കോറിൽ ഭയങ്കര ഇമോഷണൽ ഒരു ഫിലിം ഉണ്ടാക്കണമെങ്കിൽ അത് ഹ്യൂമൻ ഹാൻഡ് ഷുഡ് ബി ദെയർ. പിന്നെ ബാക്കി നമുക്ക് ഇത് ഫോർ എക്സാമ്പിൾ ഈ CGയുടെ ഇത് കുറയ്ക്കാം, ലൈക്ക് എത്രത്തോളം ചെയ്യണം, നമുക്ക് അങ്ങനെയുള്ള കുറേ കോസ്റ്റ് കട്ടിങ് വരും. അപ്പം ഈ കോസ്റ്റ് കട്ടിങ് നമുക്ക് അപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റുഡിയോൻ്റെ കയ്യിൽ ഒരു ലാർജ് AI മോഡൽ ഒരു സ്റ്റുഡിയോക്ക് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 2 കോടി 3 കോടി ഒരു AI മോഡൽ ഒരു സ്റ്റുഡിയോ ഒക്കെ പറ്റും. അപ്പോൾ അവർക്ക് ഒരു ജെയിംസ് ക്യാമറൂണ് 100 കോടി കൊടുത്ത് ചെയ്യുന്ന പടം അവർക്ക് 10 കോടി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാകുകയില്ല. അപ്പം ഭാവിയിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ എൻ്റെ ഒരു അസംഷനിൽ ദർ വിൽ ബി a segment of cheap AI made films and very expensive handmade films. So that I think that will be in the future. ഞാൻ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളൊരു വയലിൻ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചോ, ഇപ്പം ഞാൻ VSTs യൂസ് ചെയ്താണ് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു വയലിൻ മെലഡി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ ഇത് വെച്ചിട്ട് എൻ്റെ കീബോർഡിൽ വായിച്ചിട്ട് അത് എന്താണോ എനിക്ക് വായിക്കാനുള്ള മെലഡി ഞാനത് ഡിസൈൻ ചെയ്തിട്ട് വയലിനിസ്റ്റിനെ വിളിക്കുന്നു. പിന്നെ അതിൻ്റെ ഇമോഷൻ അതിൻ്റെ ഒരു ഹ്യൂമൻ വന്ന് വായിക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര വലുതാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സൂക്ഷ്മദർശിന്റെ ടൈമിൽ ഓർക്കസ്ട്രൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ബുദാപെസ്റ്റിൽ പോയി റെക്കോർഡ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവൻ കിട്ടാൻ വേണ്ടിയാണ്. VSTയിൽ നമുക്ക് എല്ലാം കിട്ടും, ഇത്രയും ഒരുപാട് ലെയേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല ഡിഫറെൻറ്റ് ടോൺസ് ഉള്ള വയലിൻസ് യൂസ് ചെയ്തിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സൗണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദി എൻഡ് അതിൻ്റെ ഒരു ജീവൻ കിട്ടണമെങ്കിൽ മനുഷ്യർ തന്നെ വായിച്ചാൽ ഇത് വരുള്ളൂ എന്നാണ് ഞാൻ ആ ഒരു ഈവൻ AI ഒരു എന്തെങ്കിലും ഒരു ടൂളായിട്ട് യൂസ് ചെയ്താൽ അറ്റ് അതിൻ്റെ അകത്ത് മനുഷ്യൻ്റെ കൈയും കൂടി വേണം. അല്ല, അപ്പോഴും ഈ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചില സ്ഥലത്ത് ഒരു ബ്ലോക്ക് മറികടക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാനിതിലിപ്പം മ്യൂസിക്കിൻ്റെ പാട്ട് പറയുമ്പം ക്രിസ്റ്റോ ഏറ്റവും ഉറപ്പായും പാട്ടിൻ്റെ കാര്യത്തിലുണ്ടായാലും, എന്നാൽ പോലും BGയുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സിനിമയുടെ ഒരു ടോട്ടൽ ഫീൽ അവിടെ വേണം, ആ ഒരു ടോട്ടൽ ഇമോഷൻസ് മൂഡും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യടാ ഇപ്പോൾ ബ്രഹ്മയുഗത്തിലെ എണ്ണപ്പാട്ടയിൽ ഉരച്ച് ഉണ്ടാക്കിയ സൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം എനിക്ക് AI കേട്ട് വളർന്ന സാഹചര്യത്തിൽ നിന്നായിരിക്കില്ലേ AI പഠിച്ചിട്ടാണല്ലോ നമുക്കൊരു സാധനം തരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് AIക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എൻ്റെ ഒരു ക്രിയേറ്റീവ് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇപ്പോൾ AI ഇപ്പോൾ കേട്ട് വന്ന ഇന്ന ജോണർ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള മ്യൂസിക്, ഇപ്പോൾ ഇലക്ട്രോണിക് ആയിക്കോട്ടെ, ബാക്കി മ്യൂസിക് പഠിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്.
അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിച്ച് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.